എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ഈ ടെക് ഭീമന്മാരുണ്ടല്ലോ, ആമസോൺ ആണെങ്കിലും മൈക്രോസോഫ്റ്റ്, മെറ്റ, അതേപോലെ തന്നെ ഗൂഗിൾ, ഇവന്മാരെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഏകദേശം $320 ബില്യൺ ഒരു AI ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് 80 ബില്യൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് മൈക്രോസോഫ്റ്റ് മാത്രം പ്ലാനിങ്ങിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ആൾക്കാരൊക്കെ ഇവന്മാർ പിരിച്ചു കിട്ടും. ആ ആൾക്കാരെ പിരിച്ചു വിട്ടിൽ നിന്ന് കുറേയധികം പൈസയൊക്കെ ലാഭം കിട്ടും. ആ പൈസ, ആ സാലറീൻ്റെ പൈസ ഇവന്മാരെടുത്തിട്ട് നേരെ എയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് അവരുടെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി പല കാര്യങ്ങൾ നമുക്ക് വേണം. എസ്പെഷ്യലി ലാൻഡ് അക്വയർ ചെയ്യണം ഈ ഒരു AI ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി. പിന്നെ ചിപ്പ് വേണം, നെറ്റ്വർക്കിംഗ് വേണം, പിന്നെ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി വേണം. ഇതിനെല്ലാം എന്താ പറയുക, സർക്കാരിൻ്റെയും അതേപോലെ പല ആളുകളുടെയും എല്ലാം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു AI ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഡിമാൻഡും അതേപോലെ വിലയും ഇനി വളരെയധികം കൂടാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഈ തായ്വാനുള്ള ഒരു കണ്ടക്ടറിങ് ഇത് കമ്പനി ഉണ്ടല്ലോ, ആ ഒരു കമ്പനീൻ്റെ ഈ വർഷത്തെ വിറ്റുവരവ് മാത്രം, ഈ ചിപ്പിൻ്റെ വിറ്റുവരവ് മാത്രം വരുന്ന 25 ബില്യനാണ്. 2027 ഏകദേശം ഒരു 47 ബില്യൺ ആക്കണമെന്നാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പം ഇനിയും NVIDIAൻ്റെ സ്റ്റോക്ക് വളരെയധികം കൂടും. അതേപോലെ ഈ ചിപ്പ് നിർമ്മിക്കുന്ന ഓരോ കമ്പനികളുടെ സ്റ്റോക്കുകളും വളരെയധികം കൂടും. പിന്നെ ഇപ്പം ട്രംപണ്ണനൊക്കെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ലാൻഡ് വരെ AI ഡാറ്റാ സെൻറ്റേഴ്സ് ആയിട്ട് അനുവദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വേറൊരു വിഷയം. അതായത് നമ്മുടെ ചൈനയൊക്കെ പിന്തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു ട്രംപിൻ്റെ ഒരു പരിപാടിയാണ് ഈ ക്ലൗഡ് ഫെയർ ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഈ വെബ്സൈറ്റ്സിൻ്റെയൊക്കെ ഒരു ബ്ലോക്കിംഗ്, അതേപോലെ സെക്യൂരിറ്റി മെക്കാനിസമായിട്ടുള്ള ആ ഒരു പരിപാടി അവന്മാർ ഈ ചാറ്റ് ബോട്ടുകൾക്കിട്ടെല്ലാം ഒരു നല്ലൊരു അടിപൊളി ഒരു പണി കൊടുത്തിട്ടിരിക്കുകയാണ്. അതായത് ഈ ക്ലൗഡ് ഫെയർ ഇപ്പം പുതിയൊരു പരിപാടി പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പോൾ ചാറ്റ് GPT എന്തെങ്കിലും ഒരു കാര്യം അടിച്ചു കൊടുത്താൽ ആ ചാറ്റ് GPT പല വെബ്സൈറ്റ്സിൽ നിന്നാണ് നമുക്ക് ഉത്തരം നൽകുന്നത്. പക്ഷേ ആ വെബ്സൈറ്റ്സിൻ്റെയൊക്കെ അതോറിറ്റി, അതായത് ഒതൻറ്റിക്കേഷൻ ഇല്ലാതെയാണ് നമുക്ക് ഇത്രയും നാളും ആ ചാറ്റ് GPT ആണെങ്കിലും ജെമിനൈ ആണെങ്കിലും ഏതൊരു ചാറ്റ് ബോട്ട് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരം തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ക്ലൗഡ് ഫെയർ ഇപ്പോൾ ഒരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴിയായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓണേഴ്സ് ഉണ്ടാവും. ആ ഒരു ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒതൻറ്റിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഇനി ചാറ്റ് GPT ആണെങ്കിലും ഏതൊരു രീതിയിലുള്ള ചാറ്റ് ബോട്ട് ആണെങ്കിലും അവർക്ക് ഒരിക്കലും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല. അതിപ്പം ഈ ക്ലൗഡ് ഫെയറിൻ്റെ പുതിയൊരു മെക്കാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് പണി കിട്ടാൻ പോകുന്നത് ഓപ്പൺ AIക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ ഈ ഒരു ചാറ്റ് ബോട്ടുകൾക്ക് മാത്രമല്ല, നമുക്കും കൂടിയാണ് പണി കിട്ടാൻ പോകുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ന്യൂസിൽ ഈ ചാറ്റ് GPT കിട്ടുന്നത് ഈ ഒരു വെബ്സൈറ്റ്സിൽ നിന്നാണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റ്സിൽ നിന്ന് ചാറ്റ് GPTക്ക് സാധനം കിട്ടില്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മളെയും ചെറിയ രീതിയിലേക്കൊന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. നമ്മുടെ മസ്കണ്ണൻ്റെ കമ്പനി ഉണ്ടല്ലോ എക്സ്, അവന്മാരൊരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. അത് എക്സിൽ AI നോട്ട് റൈറ്റേഴ്സ് എന്നാണ് ഇതിൻ്റെ ഒരു പരിപാടിൻ്റെ ഒരു പേര് പറയുന്നത്. അതായത് ഒരു AI ചാറ്റ് ബോട്ടാണ്. ഈ ഒരു എക്സിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നെഗറ്റീവ് ന്യൂസ്, അതേപോലെ തന്നെ ഫേക്ക് ന്യൂസൊക്കെ ഇങ്ങനെ വളരെയധികം സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ പണ്ട് കൊറോണ സമയത്ത്, കൊറോണയൊന്നും വേണ്ട, അതാ ഈ ഒരു ഇന്ത്യ പാക്ക് ആ വാർ വരുന്ന സമയത്ത് തന്നെ എമ്മാതിരി രീതിയിലുള്ള ഫേക്ക് ന്യൂസസാണ് ഈ ഒരു എക്സിലൂടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ഫേക്കായിട്ടുള്ള കാര്യം സത്യമാണെന്ന് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി വിടും. അതൊക്കെ മീഡിയാസ് വരെ ആഘോഷിക്കാനും തുടങ്ങി. മീഡിയാസ് വരെ അത് സത്യമാണെന്ന് വിശ്വസിച്ചു. അപ്പം നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരുടെ കാര്യമൊന്നും പറയാനില്ല. അപ്പം ഇവന്മാർ ഇപ്പം ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, ഒരു പോസ്റ്റ് ഇട്ടാൽ ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ തന്നെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാവും. ആ ഒരു ചാറ്റ് ബോട്ട് ഈ ഒരു അനലൈസ് ചെയ്യും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഫേക്ക് ആണോ, വെദർ ഇറ്റ് ഈസ് ഫേക്ക് ഓർ നോട്ട് എന്ന് നോക്കിയിട്ട് അതിനകത്ത് ഇത് ഫേക്ക് ആണെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ ഇവന്മാർ ഈ എക്സിൻ്റെ ചാറ്റ് ബോട്ട് പറയും ഇത് ഫേക്ക് ന്യൂസാണ്, ഇത് ആരും വിശ്വസിക്കരുതെന്ന്. കാരണം പണ്ടൊക്കെ നമ്മൾ മനുഷ്യർ തന്നെ അതിൻ്റെ അവിടെ പോയിട്ട് കമൻറ്റ് ചെയ്യണം ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്, ഇത് വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഇപ്പം ചാറ്റ് ബോട്ട് ആ ഒരു പരിപാടി ചെയ്യും. അതെന്തായാലും വളരെയധികം നല്ലതാണ്. കാരണം ഫേക്ക് ന്യൂസിൻ്റെ ഈ ഒരു സ്പ്രെഡിങ് ഒക്കെ വളരെയധികം കുറയ്ക്കാനായിട്ട് മസ്കണ്ണന് സാധിക്കും. അങ്ങ് US അത് നടന്നിരിക്കുകയാണ്. അതായത് US പണ്ടൊരു ലോ ഉണ്ടായിരുന്നു. അതായത് ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ലോസ് ആണെങ്കിലും പുതിയ ഇംപ്ലിമെൻറ്റേഷൻസ് ആണെങ്കിലും അത് ഈ സെൻട്രൽ ഗവൺമെൻറ്, ഈ ട്രംപണ്ണൻ്റെ ആ ഒരു സെനറ്റ്, അവന്മാർ മാത്രമേ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്തൊക്കെയാണ്. US എല്ലാ സ്റ്റേറ്റിനും അവരുടേതായ AI റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളും പരിപാടിയും എല്ലാം പിടിക്കാമെന്നിപ്പം പറഞ്ഞേക്കുവാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു ഒടുക്കത്തെ ഒരു നിയമമായിപ്പോയി. കാരണം ഇനി ഓരോ AI കമ്പനീസ് എല്ലാം ഈ ഒരു സ്റ്റേറ്റിൻ്റെ റെഗുലേഷൻസിൻ്റെ കീഴിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ വളരെയധികം
എന്താ പറയുക, അവർക്കായിരിക്കും കുറച്ചും കൂടെ പണി വരുന്നത്. കാരണം ഇന്ന സ്റ്റേറ്റിൽ ഇത് പാടും, വേറൊരു സ്റ്റേറ്റിൽ ഇത് പാടില്ല, അങ്ങനെ കുറേയധികം നോംസ് എല്ലാം ഇതിനകത്ത് വരാൻ പോവുകയാണ്. അപ്പം കാര്യം പറഞ്ഞാൽ ഈ ഒരു ടെക് കമ്പനികൾക്കാണ് സത്യത്തിൽ ഈ ഒരു നോം കൊണ്ട് പണി കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ കാര്യം സിമ്പിളായിരുന്നു. പണ്ടായിരുന്നെങ്കിൽ ട്രംപ് പറഞ്ഞാൽ നടക്കും, ട്രംപ് പറഞ്ഞാലേ നടക്കില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഓരോ സ്റ്റേറ്റ്സിൻ്റെ ഓരോ ഗവർണർമാരെ പോയി കണ്ട് അവരുടെ അടുത്ത് നിന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ആ ഒരു കമ്പനിക്ക് അവിടെ പുതിയ AI പരിപാടിയെല്ലാം പിടിക്കാൻ പറ്റുള്ളൂ.